ജാം എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ മധുരമുള്ള കാരണം കഴിക്കാൻ പേടിയാന്ന് മാത്രം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഏറ്റവും പ്രിയപ്പെട്ട ജാമാണ് നമ്മുടെ പൈനാപ്പിൾ ജാം. അത് വെറും 20 മിനിറ്റ് സമയം മതി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ ജാമാണ്. അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഇതിനായിട്ട് 2 പൈനാപ്പിളാണ് ഇവിടെ എടുത്തത്. ഒരു 2 കിലോയോളം ഉണ്ടാവും കേട്ടോ. അതിൽ കുറച്ചൊക്കെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മളത് പീസാക്കി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി അതൊന്ന് അളന്നെടുക്കണം. അളന്നെടുക്കാൻ കാരണം 1 കപ്പ് പൾപ്പിന് 1 കപ്പ് പഞ്ചസാര, അങ്ങനെയാണ് ഇതിൻ്റെ അളവ്. അതുകൊണ്ടാണ് അളന്നെടുക്കുന്നത്. ഇടാ, അപ്പോൾ 4.25 കപ്പ് കിട്ടി. അപ്പോൾ അത്രയും അളവ് തന്നെ പഞ്ചസാരയും ചേർക്കുക. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെക്കുക. ആദ്യം തന്നെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ചൂണ്ടുവിരലിൻ്റെ ഒരു പകുതിയുള്ള കഷ്ണം കറുവപ്പട്ട, അത്രയും കൂടെ ചേർക്കുക. പിന്നെ തിളക്കട്ടെ ഇരുന്നിട്ട്. കറുവപ്പട്ട ചേർക്കണം എന്താണെന്ന് വെച്ചാൽ ആ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലേ നമ്മുടെ ജാമിൻ്റെ, ആ നല്ല മണവും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ കഷ്ണങ്ങളുണ്ടെങ്കിൽ വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാനല്ലേ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ആവശ്യക്കാർക്ക് അത് വേണമെങ്കിൽ മാറ്റിക്കളയാം. പട്ട ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അവിടെ ഇരുന്നിട്ട് തിളക്കട്ടെ. അപ്പോൾ അതേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് വറ്റട്ടെ, നന്നായിട്ട് കുറുകട്ടെ. ഇതിൻ്റെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വറ്റിപ്പോവാനും പാടില്ല, എന്നാൽ ലൂസ് പോലെ ഭയങ്കരമായിട്ട് വെള്ളം പോലെ ആവാൻ പാടില്ല. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ 1.5 നാരങ്ങയുടെ നീരാണ് ഒഴിച്ചത്. അപ്പോൾ അതൊരു ചെറിയ നാരങ്ങയും പിന്നെ വേറൊരു നാരങ്ങയുടെ പകുതിയും. വലിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. അത്രയും നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. നാരങ്ങയുടെ നീര് ചേർക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗർ ഇങ്ങനെ ക്രിസ്റ്റലാവാണ്ടിരിക്കാനാണ്, അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റലാവും. ഇനി ഇതേ കൃത്യം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളത് ഓഫ് ചെയ്തു, ഫ്ലെയിം ഓഫ് ചെയ്തു, കറുവപ്പട്ട എടുത്ത് മാറ്റി. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ലൂസായിട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ ഇതുപോലത്തെ ഭാഗമാണ് വേണ്ടത്. ഇനി അത് തണുത്ത് കഴിയട്ടെ. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒന്നും കൂടെ കട്ടിയായില്ലേ. ഇനി കുറച്ച് നേരം കൂടെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ശരിക്കും നമ്മുടെ ജാമിൻ്റെ അതേ കൺസിസ്റ്റൻസി ആവും കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മളതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ജാം എടുക്കുമ്പോൾ അതിൻ്റെ സ്പൂണിലൊന്നും നനവ് പാടില്ല. അപ്പോൾ കൂടുതൽ സമയം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം, 2-3 മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പുറത്ത് വെക്കേണ്ട കേട്ടോ. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടായി പോവും. അങ്ങനെ നമ്മൾ ഇന്നലെ ബോട്ടിൽ ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ എടുത്തു വെച്ചു കേട്ടോ. അത് ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല പാകമായി, ശരിക്കും ജാമിൻ്റെ അതേ കൺസിസ്റ്റൻസി ആയിട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ കിട്ടില്ല കേട്ടോ. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കടയിൽ ഉണ്ടാക്കുന്ന ജാമെന്ന് പറഞ്ഞാൽ അതിലൊരു കെമിക്കലും പ്രിസർവേറ്റീവ്സും ഒക്കെ ചേർക്കുന്നുണ്ട്. നമ്മളിത് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഉണ്ടാക്കണതല്ലേ. അപ്പോൾ അതുപോലെ അതേ കൺസിസ്റ്റൻസി പ്രതീക്ഷിക്കരുത്. പക്ഷേ എന്നാലും നല്ല അടിപൊളി ജാമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.